നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യം, നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധ്യത പ്രദാനം ചെയ്യുന്ന ഒരു തണുപ്പ് INTUC-യുടെ കൂടെ നിന്ന് ആളെ പേര് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അയാൾ ബിടെക് കഴിഞ്ഞ ഒരാളാണ്. അയാൾക്ക് KSEB ജോലി, ഉടൻ LIC റിസൈൻ ചെയ്ത് അധികാരം വളരെ ആത്മാഭിമാനത്തോടുകൂടി KSEB ജോലി. നമ്മള് ബ്രാഞ്ചിന്റെ പുറത്തുനിന്ന് മുദ്രാവാക്യം പിടിക്കുമ്പോൾ പുച്ഛത്തോടെ നോക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് അയാളുടെ പുറത്തെ പാവം പറയില്ല. ആ നിരീക്ഷത്തുണ്ടായതാണ്. എത്രയോ പ്രാവശ്യം നമ്മളായിട്ട് ഉടക്കിയിട്ടുണ്ട്. എന്നാൽ സൗകര്യമുണ്ട്. ഒരു ദിവസം വീടി തൊഴിലാളികളുടെ പ്രകടനം ഇങ്ങനെ ബ്രാഞ്ചിന് മുമ്പിൽ പോകുമ്പോൾ വീടി തൊഴിലാളികൾ വിളിക്കുകയാണ്, ഇൻഷുറൻസ് സ്വകാര്യമായിട്ടുള്ള നാളിനാണ്. എന്നിട്ട് ഇയാൾ പറഞ്ഞു ഇവർക്കൊന്നും വേറെ പണിയില്ല. അയാൾ LIC പോയി മറ്റൊരു സ്ഥാപനത്തിൽ ജോലി, KSEB പോയി എഞ്ചിനീയറായി. അയാൾ KSEB പോയിട്ട് 4 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ സുരേന്ദ്രൻ സഖാവ് കാഞ്ഞങ്ങാട് പോകുമ്പോൾ KSEB ജീവനക്കാരുടെ സഭ അതിലാണ്. അപ്പോൾ KS അന്നേരം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്ത് KSEB നടത്തിയ ഒരു നിയമനിർമ്മാണത്തിനെതിരെയുള്ള സഭയായിരുന്നു. ഞാൻ അന്നേരം ഞെട്ടിപ്പോയി. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. എല്ലാ മേഖലകളിലും അരാജകത്വം. നമ്മളെ ഒന്നിക്കുന്ന ഒരേ ഒരു ഘടകം അവരെ കയ്യിൽ സാധനം. അതിൽ ചിലപ്പോൾ ഒരു കാര്യം ഭൂരിപക്ഷം വരുന്നവരല്ലേ പേരിന് ചിലപ്പോൾ ചില ആൾ മാറി നിൽക്കുമായിരിക്കും. എന്നാൽ ഒരു വിട്ട ആളൊക്കെ സ്വത്വബോധത്തിലേക്ക് എത്തിയാൽ നമ്മളൊന്നാവുന്നു. ആ ഒരു സാധ്യത മാത്രമാണ് ഇന്ത്യൻ ഭരണകൂടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അവർ ഭീകരാക്രമണം കിട്ടും, പട്ടാള അട്ടിമറി കിട്ടും, ഒക്കെ കിട്ടും. താഴെത്തട്ടിലെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിധിക്കകത്തുനിന്നും സംസാരിക്കുന്നില്ല. മാനേജറായാലും ഏജന്റായാലും ജീവനക്കാരായാലും അതുപോലെ തന്നെ വാച്ച്മാനായാലും അവരൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയമാണ്. മീറ്റിംഗ് വിളിച്ച് നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും എണ്ണിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ക്ലാസ് റൂമുകാർക്ക് അറിയാം, ഏജൻസിന് അറിയാം, എല്ലാവർക്കും. പാങ്ങോട്ട് പറയും AEയുടെ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്ന സമയം എണ്ണം കുറവാണ്. ഇറക്കിയ സംഘടനയില്ല, അവരെക്കാൾ ദൈനംദിന ഇടപെട്ട് കൊടുക്കുന്ന ഒരു കാര്യമില്ല. പ്രശ്നങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് മാറി. പക്ഷെ അങ്ങനത്തെ കാലത്താണ് നമ്മൾ വീണ്ടും ഇവിടെ കൂടിച്ചേർന്നിട്ട് സ്വാഗതം തീരുമാനിച്ചു. ഈ യോഗം ഡിവിഷൻ പ്രസിഡന്റാണ്, പാപ്പലയേട്ടാണ്. നമ്മുടെ സംഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് അസിസ്റ്റന്റ് അല്ലെ ഹാപ്പിനെസ്, ഇതിനപ്പുറത്തേക്ക് സംഘടനയുടെ ആൾക്കാർ പോകില്ല. ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കണക്കുപ്രകാരം സീനിയർ ഡിവിഷൻ മാനേജർ ജോയിൻ ചെയ്യുമ്പോൾ അസിസ്റ്റൻ്റായിട്ട്, എനിക്ക് മുമ്പേ അസിസ്റ്റന്റ്, ഞാൻ ജോയിൻ ചെയ്തത് സബ് സ്റ്റാഫായിട്ടാണ്. സംഘടനയുടെ പ്രത്യേകത സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം വീട്ടിലെ കാര്യങ്ങൾ മാറ്റി. എൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗാണ് ഇന്ന് നടക്കുന്നത്. തുടങ്ങാൻ കുറച്ച് വൈകിപ്പോയി. ഏഷ്യനാരെണ്ണം രാവിലെ എത്തി, പക്ഷെ നമ്മുടെ സഖാക്കളെത്താൻ കുറച്ച് വൈകിപ്പോയി. അവരോട് ആദ്യം ക്ഷമ ചോദിക്കുകയാണ്. സ്വാഗതം, അധ്യക്ഷൻ, അനുസ്മരണം, ഉദ്ഘാടനം, അഭിവാദ്യ പ്രസംഗം, പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവുകൾ, അത് 2ാം സെക്ഷനിലാണ് ചെയ്യുന്നത്. പിന്നെ ചർച്ച, മറുപടി, പുതിയ വർഷ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിൽ നന്ദി. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഇനമായ അനുസ്മരണത്തിന് വേണ്ടി സെക്രട്ടറി ക്ഷണിച്ചുകൊള്ളു. നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇത് സമ്മേളനങ്ങളുടെ കാലം. നമ്മൾ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു. ഇന്നത്തെ കൂടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാനിക്കുകയാണ്. 3 യൂണിറ്റുകൾ ഇന്ന് സമ്മേളനം നടക്കും. ഇതിനുശേഷം നമ്മുടെ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സമ്മേളനം നടക്കാനുള്ളത്. അത് കണ്ണൂർ കാസർഗോഡ് ജില്ലയുടേത് മെയ് മാസം 31 കണ്ണൂർ വെച്ച്, കോഴിക്കോട് തന്നെ ഒരു പരിപാടിയായിട്ട് നടക്കുന്നത്, മുംബൈ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം നമ്മുടെ ഡിവിഷണൽ യൂണിയന്റെ സമ്മേളനം 28, 29 തീയതി ജൂൺ മാസം. അതിന് മുന്നോടിയായി നമ്മുടെ സോണൽ സമ്മേളനങ്ങളൊക്കെ തന്നെ നടക്കേണ്ടതുണ്ട്. സൗത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷന്റെ സമ്മേളനം ആഗസ്റ്റ് മാസത്തിൽ 9, 10, 11 തീയതികളിലായി സേലത്തിൽ നടക്കും. അപ്പോൾ ഈ രീതിയിൽ ഈ വർഷം വളരെ പ്രധാനപ്പെട്ട എല്ലാ സമ്മേളനങ്ങളും നടക്കുന്നൊരു കാലമായിട്ട് നമ്മൾ തന്നെ എടുക്കുക. നമ്മുടെ എല്ലാ സമ്മേളനവും വളരെ കൃത്യമായ അജണ്ടകൾ വെച്ചുകൊണ്ടാണ് നടത്താറുള്ളത്. ആ അജണ്ട എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൻ്റെ ഒരു പരിശോധനയാണ്. ആ സാഹചര്യം പരിശോധിച്ചതിന് ശേഷം, അതിനെ വിലയിരുത്തി കഴിഞ്ഞതിന് ശേഷം, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം
എന്ത് ഇമ്പാക്റ്റാണ് നമ്മുടെ മേഖലയിൽ ഉണ്ടാക്കുന്നത്, അതിനെ എങ്ങനെ ചെറുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഈ ചെറുക്കാൻ ആവശ്യമായ പ്രവർത്തന പരിപാടിയാണ്, അത് ആസൂത്രണം ചെയ്യുക. ഇതിനു വേണ്ടിയാണ് എല്ലാ സമ്മേളനം, ഏറ്റവും താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് സമ്മേളനം മുതൽ നമ്മൾ മേലോട്ട് നടത്തുന്നതൊക്കെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യം എന്ന് വിലയിരുത്തുക, അതിനെ മറികടക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മുടെ പ്രവർത്തനം എന്താണെന്ന് ചിട്ടപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, ഇത്തരം ആലോചനകൾക്കൊക്കെ വേണ്ടി നമ്മുടെ മുമ്പിൽ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് വെക്കും. എല്ലാ ബേസ് യൂണിറ്റുകളിലും സമ്മേളനം നടക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കും. ഒരു സംഘടനയാണ്. സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യങ്ങളും നിറവേറ്റുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രയാസമേറിയതാണ്. വളരെ പ്രയാസമേറിയ കാലഘട്ടത്തിലൂടെ പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോലെയല്ല. ഇപ്പോൾ പറയുമ്പോൾ ആ പ്രതിസന്ധി അല്പം കൂടി രൂക്ഷമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. ജയന്തൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ വേതനത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ മെച്ചപ്പെട്ട ഒരു രീതിയിലാണ് ഇടപെടലുകൊണ്ട് മോശമല്ലാത്ത രീതിയിലുള്ള വേതനവും ആനുകൂല്യങ്ങളും ഒക്കെ നമുക്ക് കൈപ്പറ്റാൻ പറ്റുന്നുണ്ട്. ചുറ്റും നടക്കുന്നത് ഇതല്ല, നേരെ വിപരീതമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, LIC ജീവനക്കാരൻ വേതന പരിഷ്കരണം വാങ്ങിയിട്ട് വർഷം 1 കഴിഞ്ഞു. തികച്ചും സമാനമായ ഇതാണ് സമാനമായ നമ്മുടെ നേരെ സമാനമായിട്ടുള്ളൊരു മേഖലയിൽ നടക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? BSNL ജീവനക്കാരന് വേതന പരിഷ്കരണം കിട്ടിയിട്ട് എത്രയായി എന്നറിയോ? എത്ര വർഷമായിട്ടുണ്ടാവും? 16 വർഷമായി. നമ്മുടെ മനസ്സിൽ വേണം ഇതൊക്കെ. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ BSNL ജീവനക്കാരൻ 16 വർഷം മുമ്പേ തീരുമാനിക്കപ്പെട്ട വേതന ഘടനയുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണണം. നമുക്ക് തന്നെ അറിയാം, 2019 നമ്മുടെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്തായി മാറി? നമ്മുടെ കോൺട്രിബ്യൂട്ടറി പെൻഷനായി മാറി. ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എടുത്തിട്ട് ഇപ്പൊ പിരിയുന്നവർക്ക് കിട്ടുന്ന പെൻഷൻ എത്രയാണെന്നറിയോ? 1300 രൂപയാണ്. കുറെ കാലം കഴിയുമ്പോൾ നിങ്ങളൊക്കെ സർവീസൊക്കെ പൂർത്തിയായ സമയത്ത് ഇതായിരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയതിനു ശേഷം ഇപ്പൊ പിരിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് കിട്ടുന്ന മാസ പെൻഷനാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ എത്രയാണ്? 1600 രൂപ. 1300 രൂപ കൊണ്ട് ജനങ്ങൾ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക്, ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്താൽ ജീവിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യം നമ്മുടെ ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ സാമാന്യം മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള മേഖലകളൊക്കെ തന്നെ അതല്ല അവസ്ഥ. ആ അവസ്ഥ നമ്മളും കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമസ്ത മേഖലകളിലും ചെലവ് ചുരുക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ചെലവ് ചുരുക്കലിനെ പറ്റി തന്നെ ആലോചിക്കുന്നു. സ്വകാര്യ മേഖലയിലൊക്കെ തന്നെ ഉള്ളതുപോലെ ചെലവ് ചുരുക്കലിനെ പറ്റിയാണ് സർക്കാർ മേഖലകളിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ചെലവ് ചുരുക്കുക? ചെലവ് ചുരുക്കാനുള്ള പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തത് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക. എന്താണ് ഇന്നത്തെ അവസ്ഥ? പല മേഖലകളിലും VRS കൊണ്ടുവരുന്നു, നിർബന്ധമായിട്ട് ആൾക്കാർ പുറത്തേക്ക് പോകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച BSNL പകുതിയിലധികം ആൾക്കാർ ഒറ്റയടിക്ക് അവർ മാറ്റി ഒരു VRS കൊണ്ടുവന്നിട്ട് ഇപ്പം അതിൻ്റെ 2ാം ഘട്ടത്തെ പറ്റി അവിടെ ആലോചിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു BSNL ഓഫീസിൽ ഇപ്പം എത്രയാളാണ് ഉള്ളത്? നിങ്ങൾക്ക് 3 നില കെട്ടിടത്തിൽ 3 ആളാണുള്ളത്. അവിടുത്തെ അവരുടെ മറ്റുള്ള അവസ്ഥയെ കുറിച്ചൊക്കെ പിന്നീട് വരാം. BSNL ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്? ജീവനക്കാരുടെ കെടുകാര്യസ്ഥത കൊണ്ടാണോ? പ്രവർത്തനത്തിൻ്റെ ദോഷം കൊണ്ടാണോ? 35,000 കോടിയുടെ നീക്കിയിരിപ്പുണ്ടായിരുന്ന ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിനെ BSNL ആക്കി മാറ്റുമ്പോൾ ഈ 35,000 അവർക്ക് കൊടുക്കുകയല്ല ചെയ്തത്, സർക്കാർ അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഓരോ സ്പെക്ട്രം വരുമ്പോഴും BSNL കൊടുക്കാതെ മറ്റുള്ളവർക്ക് ആദ്യം കൊടുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. ഇപ്പോഴോ BSNL എന്ത് വേണം? BSNL എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ
വിദേശ നിർമ്മിതമായ ഉപകരണങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നടക്കുള്ളൂ. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന ഉപകരണങ്ങൾ കൊണ്ട് ഇന്നത്തെ നമ്മുടെ ടെലികോം രംഗത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് വിദേശ കമ്പനികൾ, നമ്മുടെ സ്വകാര്യ കമ്പനികൾക്കൊക്കെ വിദേശത്ത് നടത്തുകയും ചെയ്യാം. പക്ഷേ ഇന്ത്യൻ നിർമ്മിത സാധനമേ നമ്മൾ ഉപയോഗിക്കാവൂ എന്നുള്ള കർശന നിർദ്ദേശം BSNL വെച്ചതുകൊണ്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടും അവർക്ക് മുന്നേറാൻ പറ്റുന്നില്ല. മറ്റവർ 4G 5G എല്ലാവുമ്പോൾ BSNL ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ടാറ്റ അതിനുവേണ്ട സംവിധാനം ഇന്ത്യയിൽ നിർമ്മിക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ടാറ്റ ഓർഡർ കൊടുത്ത് കാത്തിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഓരോ മേഖലയും പ്രത്യേകിച്ച് വിശദീകരിച്ച് വരാൻ ഉദ്ദേശിച്ചതല്ല, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്. ചെലവ് ചുരുക്കാൻ വേണ്ടി പരമപ്രധാനമായി അവർ നോക്കുന്ന കാര്യം ജീവനക്കാരുടെ എണ്ണം കുറക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ 12,000 ക്ലാസ് 3 ജീവനക്കാർ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 7 വർഷത്തിന്റെ കണക്കാണ്. ഓഫീസിൽ കാലിയുണ്ട്, ആൾക്കാർ കയറി വരുമ്പോൾ എന്താ കരുതുക, ഇവരൊക്കെ രാവിലെ വന്ന് ഒപ്പിട്ടിട്ട് പുറത്തു പോയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണല്ലോ, സീറ്റൊക്കെ കാലിയായി കാണുന്നു എന്നാണ് കരുതുക. ആളില്ലാത്തത് കൊണ്ടാണ്. തലയിൽ നിർത്തി നോക്കിയാൽ ഒരാളെ കാണും അല്ലേ? ഇതാണ് നമ്മുടെ ഓഫീസിലെ അവസ്ഥ. 1000 ക്ലർക്കന്മാരുടെ കുറവുണ്ടായിട്ടുണ്ട്. അവിടെ നടക്കുന്ന റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ എന്താണ് പേര്? അപ്രന്റീസ് ആണ് അല്ലേ? അപ്രന്റീസുകളായിട്ടാണ് ഇപ്പൊ എല്ലാവർക്കും ജോലി. ഇത് ബാങ്കിങ് മേഖലയിൽ പാർലമെന്റിനകത്ത് കേന്ദ്രം ചോദ്യത്തിന് ഉത്തരമായി പറയേണ്ടി വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ മേഖലയിൽ